എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, ഏത് നിമിഷത്തിലാണ് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ പറ്റൂല. അസ്രായീൽ അദർശനാ. നീ നിൽക്കുന്ന നിപ്പിലാണോ, ഇരിക്കുന്ന ഇരിപ്പിടത്തിലാണോ, കിടക്കുന്ന കട്ടിലിൽ വെച്ചുകൊണ്ടാണോ, നിന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴാണോ, നിന്റെ സഹോദരങ്ങളോടൊപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, എപ്പോഴാണ് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ, എന്നാൽ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിനെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചത്? അതിന് മുമ്പ് ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്. അതെന്തേ ചോദിക്കാതെ നീ മറന്നുപോയത്? അസ്രായീൽ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്. ഇതാർക്ക് വേണ്ടിയാ റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന എന്നറിയോ? എനിക്ക് വേണ്ടിയല്ലേ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്രായീൽ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ വേണം. അസ്രായീൽ വന്ന് ആ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത വെപ്രാളവും വേദനയും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടണം. അതിന് ചില വഴികളുണ്ട്, എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് ويعلم ما في الأرحام وما تدري ماذا تكسب غدا وما تدري نفس بأي أرض تموت. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു പ്രാവശ്യമല്ലല്ലോ, രണ്ട് പ്രാവശ്യമല്ലല്ലോ, മൂന്ന് പ്രാവശ്യമല്ലല്ലോ, ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ആയത്തുകളെ ആവർത്തിച്ച് ഓതിയിട്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ? 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്ക് പറയാൻ കഴിയൂല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. 2012 കടന്നു വന്നപ്പോ ഈ 2012ഓടുകൂടി ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ലോകം അവസാനിച്ചോ ഇല്ല? അത് അറിയുന്നത് അല്ലാഹുവാണ്. ഇന്ന് അല്ലാഹുവിന്റെ കൽപ്പനകളാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ 2 പിളർന്നിട്ടില്ല എന്ന് ശാസ്ത്ര ലോകം 3 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ശാസ്ത്രം അത് മാറ്റി എഴുതി. ഇന്ന് ചന്ദ്രൻ 2 പിളർന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ റൗളത്തോപ്പിൽ കിടക്കുന്ന മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു ചന്ദ്രൻ 2 പിളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് ശാസ്ത്രം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പറയുന്നു 2 പിളർന്നിട്ടുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല, ഇന്ന് ലോകത്തുനിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റസൂലുള്ളാഹിയാണ് ഖുർആൻ ഓതി കൊടുക്കുന്നത്. ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്നറിയോ? അത് അല്ലാഹു മാത്രമാണ്. അതല്ലാതെ ഏത് ശാസ്ത്ര ലോകം പറഞ്ഞാലും ലോകം അവസാനിക്കില്ല. 2015 കഴിയുന്നതോടൊപ്പം ലോകം അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. അറിയുന്നതാരാണെന്നറിയോ? ജഗന്നിയന്താവായ ജഗദീശ്വരനായ അല്ലാഹുവാ. പിന്നെയോ വയുനസ്സിലുൽ ഗൈസ്. മഴ എപ്പോഴാ പെയ്യുവാന്നറിയുന്നത് അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. വയഅലമു മാ ഫിൽ അർഹാം. ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, ആണാണോ പെണ്ണാണോ, കാല് വളഞ്ഞതാണോ കൈ വളഞ്ഞതാണോ, ചാപിള്ളയാണോ ജീവനോടെയാണോ ജീവനില്ലാതെയാണോ, ഈ ദുനിയാവിന്റെ പുറത്തേക്ക് കടന്നു വരുന്ന എന്നറിയുന്നത് അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. എന്നിട്ട് കഴിഞ്ഞോ? ഇല്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു വമാ
തദ്രി മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സു ബിഐ അർളിൻ തമൂത്. ഇന്നിവിടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വിചാരം എന്താ? അവസാനം സലാത്ത് ചൊല്ലിയിട്ട് പോകുന്ന ഉറപ്പാണ്. നമ്മൾ അങ്ങനെ വിചാരിക്കുക. അല്ലെങ്കിൽ റബ്ബേ ഞാൻ ഈ വാള് കഴിയും മുമ്പിട്ട് എൻ്റെ റൂഹിനെ പിടിക്കോ, ഈ ഒരു ചിന്ത എനിക്കില്ല, നിങ്ങൾക്കില്ല. ഇതെൻ്റെ അവസാനത്തെ വാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇരുത്തം ഇതെൻ്റെ അവസാനത്തെ ഇരുത്തമാണ് എന്നൊരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ ഇല്ലല്ലോ. എന്നാൽ എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, എവിടെ വെച്ചാ മരിക്കാന്ന് ഒരാൾക്കും അവിടെ നിന്ന് പറയാൻ പറ്റൂല. ഇനി ഈ മരണം ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് പറയാൻ പറ്റും, അതുമില്ല അല്ലേ? എത്രയോ ആളുകളെ വെല്ലുവിളിച്ചു. ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് വല്ലാത്തൊരു അലർജിയാണ്, ജലദോഷം. ഏത് സമയം നോക്കിയാലും ജലദോഷമാണ്. അസുഖം കൂടി തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, എന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. ഐ ചലഞ്ച് ഓഫ് മൈ ഡെത്ത്, ഞാൻ വെല്ലുവിളിക്കാൻ. എന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആളിനോട് ഞാൻ വെല്ലുവിളിക്കാൻ. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കടന്നു വരട്ടെ. പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോയി എങ്കിൽ, സഹോദരങ്ങളെ, ഞാൻ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും മരിക്കൂല എന്ന് പറയാൻ പറ്റും. ഇവിടെ വെച്ച് വിചാരണ ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അസ്റായിൽ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായും വിചാരണ ചെയ്യണം, സ്വന്തമായും വിചാരണ ചെയ്യണം. അല്ലാഹുവേ, ഏതെങ്കിലും വഖത്ത് നിസ്കാരം എനിക്കൊന്ന് ഖളാ ഉണ്ടോ? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വഖത്തിലെ നിസ്കാരം ഖളാ ഉണ്ടോ തമ്പുരാനെ? ആരെക്കുറിച്ചെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ തമ്പുരാനെ? അഹങ്കാരത്തിന്റെ, കിബറിന്റെ, റിയാഇന്റെ പടപ്പാട്ട് പാടി ഈ ദുനിയാവിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയോ പടച്ചവനെ എന്നെന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഹസ്ബു ഖബ്ല അൻ തുഹാസബു. നിന്നെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, നിന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ട് വിചാരണ ചെയ്യണമെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ റൂമിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകും. എന്നിട്ടൊരു ചാട്ടമാരെടുക്കും, തന്റെ ശരീരത്താഞ്ഞടിക്കും. എന്നിട്ട് ചോദിക്കും, ഉമറേ, നീ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് പടച്ചവനിക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു കൂട്ടിയോ? പടച്ചവനിക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തു കൂട്ടിയോ? പടച്ചവൻ പറയാത്തതിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോയോ? അതുകൊണ്ട് ഉമറേ, ഈ ദുനിയാവിന്റെ ഒരു ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നീ അല്ലാഹുവിന്റെ നാരകീയ ശിക്ഷയുടെ ചൂട് അനുഭവിക്കാൻ നിനക്കൊന്ന് കഴിയോ ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിചാരണ ചെയ്തു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠം നമ്മളിൽ ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, മരിക്കുന്നതിന് മുമ്പ് അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വന്തമായിട്ട് വിചാരണ ചെയ്യണമെന്നാണ്. എന്നിട്ടോ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ഒരാള് കടന്നു വരികയാ. അത് മറ്റാരുമല്ല, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് കടന്നു വരുന്നത്. ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് സലാം പറഞ്ഞു. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ വാക്കിലായി പോയി നബി തങ്ങൾ സലാം മടക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മടക്കാൻ ഇതിനകത്തായി പോയി, അല്ലാതെ കേൾക്കാത്തോണ്ടാണ്. ഈ വിഷയം അള്ളാന്റെ ഹബീബ് പറയുന്ന കേട്ടിട്ട് നിൽക്കാൻ. അപ്പോൾ അവിടെ ഒരു വിഷയം അള്ളാന്റെ ഹബീബ് അവിടെ പഠിപ്പിക്കാൻ അവിടെ പറഞ്ഞു, ഉമറെ, അത് ചോദിക്കാൻ വരട്ടെ, എന്തുകൊണ്ട് അബൂബക്കറിന് സലാം മടക്കിയിട്ടില്ല? ഇന്ന് ഇവിടെ ഇപ്പൊ നമ്മൾ വന്നല്ലോ, ഞാൻ നമ്മളൊക്കെ എത്ര ആൾക്കാരെ കണ്ട് പരസ്പരം അസ്സലാമു അലൈക്കും ഇല്ല പറഞ്ഞില്ല.
അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് ഇന്ന് വിഷയം മാറ്റി പറയുകയല്ല. അസ്റായീൽ കടന്നു വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള പടവുകളാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഒരാൾ സലാം പറഞ്ഞാൽ അതിന് നീ തിരിച്ചു മടക്കുകയും ചെയ്താൽ എന്നാ രക്ഷപ്പെട്ടു. ഒരു പക്ഷേ പാപങ്ങൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ, അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയാ, അള്ളാന്റെ രക്ഷ നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് മനസ്സറിഞ്ഞിട്ടാ പറഞ്ഞെങ്കിൽ നീ രക്ഷപ്പെട്ടു. അസ്റായീൽ വരുമ്പോഴും രക്ഷപ്പെട്ടു. യാ അല്ലാഹ്. ഇന്നിപ്പോ നമ്മളെന്താ വീട്ടിന്റെ അടുത്തൂടെ പോയാൽ പോലും, അല്ലെങ്കിൽ അള്ളാന്റെ പള്ളിയുടെ മുമ്പിന്റെ അടുത്തൂടെ പോയവർ ഉസ്താമാരെ കണ്ടപ്പോൾ എന്തരാ അസ്സലാമു അലൈക്കും പറയില്ല. ആ ഒരു കൂട്ടത്തില സലാം പറഞ്ഞാലും രക്ഷപ്പെടാമെന്നാട്. എന്റെ വാക്കല്ല സഹോദരാ, സലാം പറയുന്ന ആളുകളുടെ കൂലികൾ പറയാൻ സമയമില്ല. ഒരു വേള അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയുൽ ഖറമഹുല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പലവട്ടം വന്നുകൊണ്ട് ഇൽമുകൾ ചോദിച്ചു പഠിക്കുന്ന ആളാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്താ വന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയപ്പോ അവിടെ മുത്തുനബി ചോദിച്ചു, അല്ല അബൂബക്കറേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ പൊട്ടിക്കറിയുന്നത്? എന്തേ വേദനിക്കുന്നത്? എന്തേ അബൂബക്കറേ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അവിടത്തെയുടെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാർ തങ്ങളില്ലേ നബിയേ, എവിടെ വെച്ച് കണ്ടാലും, എത്ര ഇരുട്ടി പോയാലും, എത്ര സ്ഥലത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയാലും ആദ്യം എന്നോട് സലാം പറയുന്നത് അത് അബൂബക്കർ തങ്ങളാണ് നബിയേ. ഇന്നിപ്പോഴെന്നെ കണ്ടിട്ട് അബൂബക്കർ സലാം പറയാതെ മടങ്ങിപ്പോയി നബിയേ. എനിക്ക് വിഷമമുണ്ട് നബിയേ, ദുഃഖമുണ്ട് നബിയേ. അബൂബക്കറിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല, അബൂബക്കറിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, അബൂബക്കറിനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഒരു ചീത്ത പോലും പറയാതെ, ഒരു കണ്ണുകൊണ്ട് വെറുപ്പിന്റെ നോട്ടം പോലും നോക്കാതെ, എന്തേ നബിയേ, എന്ത് വിരോധമാണ് ഞാൻ അബൂബക്കറിന് ഞാൻ അലിയിനോട് ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് റസൂലല്ലാഹ്, എനിക്ക് വിഷമമുണ്ട് നബിയേ. അലിയാർ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചോ, അലിയേ, അബൂബക്കർ പറയുന്നു നീ സലാം പറഞ്ഞിട്ട് സലാം അടക്കിയില്ല എന്ന് പറയുന്നു, അത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ, എന്തേ അബൂബക്കർ നിന്നെ കുറ്റം പറഞ്ഞോ? എന്തേ നിന്നെ ചീത്ത വിളിച്ചോ? എന്തേ നിന്നെ ആക്ഷേപിച്ചോ? അപ്പോഴാണ് പറയുന്നത്, ലാ യാ റസൂലല്ലാഹ്, അതൊന്നും കൊണ്ടല്ല നബിയേ. പിന്നെ എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ കിടന്നുറങ്ങിയപ്പോ ഒരു സ്വപ്നം ഞാൻ കണ്ടു നബിയേ. ആ സ്വപ്നത്തിൽ സുന്ദരമായ കൊട്ടാരം കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് കാണാനത്ര ഭംഗിയുള്ളതാണ്. ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് ആദ്യം ആര് പറയുന്നോ അവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ സ്വർഗത്തിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞപ്പോ, നേരം വെളുത്ത് ഞാൻ കടന്നു പോയപ്പോ ആദ്യം കാണുന്നത് അബൂബക്കറിനെയാണ്. അബൂബക്കർ എന്നോട് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലെ കൊട്ടാരം അത് അബൂബക്കർ എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സലാം പറയാതെ ഇരുന്നതാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും സലാം പറയുന്നത് അലിയാർ തങ്ങളാണ്. എപ്പോഴും സലാം പറയുന്നത് അലിയാർ തങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മടക്കലാണ്. പക്ഷേ കണ്ടിട്ട് തിരിച്ചവിടന്ന് ഒന്നും പറയാതെ മിണ്ടാതെ കടന്നു പോയപ്പോ അത് വിഷമം സഹിക്കാൻ കഴിയാതെ അവിടന്ന് പറഞ്ഞു, റസൂലല്ലാഹ് ദുഃഖമുണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ, ആദ്യം സലാം പറയുന്നത് ആരാണ്? അവർക്ക് പടച്ചവന്റെ കൊട്ടാരം സ്വർഗീയ ലോകത്ത് അത് സുന്ദരമാണ് നബിയെ, അത് അബൂബക്കറിന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നതാണ് നബിയെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളങ്ങനെ അവർക്ക് വൈരാഗ്യം ഉണ്ടാക്കിയിട്ടല്ല, വിരോധം ഉണ്ടായിട്ടല്ല, ദുഃഖം ഉണ്ടായിട്ടല്ല, വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെയോ
ആദ്യം ഈ ഒരു കൂലി അത് അബൂബക്കറിന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ നമ്മൾ പറയാം അങ്ങനെയുള്ള കൂലി നമുക്ക് വേണ്ട ഉസ്താദ്, അങ്ങനെയുള്ള ഒരു കൂലി നമുക്ക് വേണ്ട. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇന്നിപ്പോ അല്ലേ, പണ്ടിപ്പോ നമ്മുടെ വാട്സാപ്പിലൂടെ കണ്ടു, പരസ്പരം കണ്ടല്ലേ, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. പരസ്പരം കണ്ടാൽ സലാം പറയണം. ഇന്നിപ്പോ പരസ്പരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പൂരെ ചിരിയായി. പണ്ടൊരു നമ്മൾ കണ്ടില്ലേ വാട്സാപ്പിലൂടെ നമ്മുടെ മക്കളും ചെറുപ്പക്കാരുടെ ഒക്കെ പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ഫേവറേറ്റ് അതായിരുന്നു. കുട്ടി ചോദിക്കാണ് അല്ലേ, ഉസ്താദ് പറഞ്ഞ മക്കളെ നിങ്ങൾ പരസ്പരം കണ്ടാൽ അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പൊ കുട്ടി എന്താ ചോദിച്ച് പറയും, അങ്ങനാണെങ്കിൽ ഉസ്താദെ ചന്ദൻ മുഴാണ്ട് അസ്സലാമു അലൈക്കും പറയണം. എന്താ മനസ്സിലായി? ആകപ്പാടെ നമ്മുടെ ഉമ്മമാർക്ക് അറിയാം പരസ്പരം എന്ന് വെച്ചാൽ അത് സീരിയലാ. കുട്ടികൾക്ക് അറിയാവുന്ന പേര് അതാണ് പരസ്പരം. അപ്പോഴാണ് അവർ അടുത്ത സീരിയലിന്റെ പേര് അത് കണ്ടാൽ പറയണമെന്നാണ്. യാ അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. ഞാൻ തമാശയൊന്നും പറയുന്നില്ല, ഞാൻ ഇങ്ങനെ കടന്നു പോകാൻ. അതുകൊണ്ട് സലാം പറയണം. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ആ സമയത്ത് ഇൽമു അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു. ആ സമയത്ത് നീ ചൊല്ലുന്ന സലാം ഉണ്ടല്ലോ, ഒരു പക്ഷേ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ അടുക്കലേക്കൊന്ന് കടന്നു വരുമ്പോ അത് നിനക്കൊരു കാവലായിരിക്കും. യാ അല്ലാഹ്, ചിന്തിക്കണം സഹോദര, ഒരു സലാം അല്ലേ. നമ്മൾ തൊട്ടടുത്തൂടെ കടന്നു പോയാലും അവൻ്റെ അടുത്ത് ഞാൻ മിണ്ടൂല, പിണക്കാൻ വൈരാഗ്യാൻ എന്ന് കടന്നു പോകാൻ പറ്റൂല. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ആള് വന്നു, രണ്ടാമത്തെ ആള് കടന്നു വരികയാണ്. ഈ മനുഷ്യനൊരു പാപപ്പെട്ട മനുഷ്യനാണ്, ബുദ്ധിമുട്ടോടെ വേദനയോടെ ഗദ്ഗതത്തോടെ നൊമ്പരത്തോടെ കരയുന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ വിശക്കുന്നുണ്ട് നബിയേ, ദാഹിക്കുന്നു നബിയേ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമറേ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ രക്ഷപ്പെടാൻ പറ്റും പാവങ്ങളെ സഹായിച്ചാൽ. ഇവിടെ നോക്കി, ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ളവർ അവർക്ക് ഒരു പക്ഷെ വലിയ വീടൊക്കെ ഉണ്ടാവും, പക്ഷെ എപ്പോഴും വിഷമങ്ങളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, നൊമ്പരത്തോടുകൂടി കഴിയുന്നവരായിരിക്കും. പക്ഷെ വീട് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ എത്രയോ ആളുകൾ നല്ലതുപോലെ നല്ല വസ്ത്രം ഇട്ടിട്ട് വരുന്നുണ്ട്, പക്ഷേ അവരുടെ മനസ്സ് മുഴുവനും വിഷമമായിരിക്കും അല്ലെ. ഇപ്പൊ അടുത്തൊരാൾ എന്താ പറയുക, ഉസ്താദ് വസ്ത്രം എനിക്ക് എപ്പോഴും നല്ല ഉഷാറാവണം, കാരണം ഈ വസ്ത്രം എന്ന് പറയുമ്പോൾ അത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്, പക്ഷെ അതിപ്പോ നമ്മുടെ ഉള്ളിലല്ലേ ഉള്ളൂ എന്നാണ്, നമ്മുടെ ഉള്ളിലല്ലേ നാൻ. അസ്റായീൽ കടന്നു വരുമ്പോ രക്ഷപ്പെടാം എന്റെ പ്രിയപ്പെട്ടവരെ. അവർക്കാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. സഹോദരങ്ങളെ കേൾക്കണം, അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദർശനാണ്. എപ്പോഴാണ് കടന്നു വരുന്നത് എന്നറിയില്ല. കടന്നു വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള വഴി പാപങ്ങളെ സഹായിക്കലാണ്. വേദനയോടെ ഗദ്ഗതത്തോടെ നൊമ്പരത്തോടെ പ്രയാസത്തോടെ ദുഃഖത്തോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവരുണ്ടോ? എന്റെ പാവല്ലയിലുള്ള പ്രിയപ്പെട്ടവരെ ചെന്നുകൊണ്ട് സഹായിക്കണമെന്നാണ്. അത് മൗത്തിന്റെ സമയത്ത് എളുപ്പമാകാൻ കാരണമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തുള്ള അരുവികളെ കീറിമുറിക്കുന്നവരാരാണ്? ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. നദികളെ കീറിമുറിച്ചിട്ട് അതിന്റെ നല്ല വെള്ളം കുടിക്കുന്നതാരാണ്? യുഫജ്ജിറൂനഹാ തഫ്ജീറാ. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അങ്ങനെ ഉള്ള ഭാഗ്യം വേണോ? അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലുള്ള അരുവികൾ കുടിക്കണോ? അത് പാപങ്ങളെ സഹായിച്ചാൽ മതിയെന്നാണ്. കെട്ടിക്കാൻ
കെട്ടാന് പ്രായമായിട്ടും തന്റെ ബാപ്പയെ കൊണ്ട് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാനില്ലാതെ വിഷമത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഒരു വീടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ 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 അറിയുക, അവന്റെ വീട്ടിൽ പോയി ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറയുക. അപ്പോഴെത്രയോ സന്തോഷമാ. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമാ കാന ശർറുഹു മുസ്തതീറാ. ഒരുപാട് വാദിന്റെ വേദികളിൽ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്യും. എൻ്റെ വക ഒരു 10,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 50,000. ഈ തൊട്ടടുത്ത് നമ്മുടെ ഈ മഞ്ചാരി ഭാഗത്ത് വാദന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ 8 പെൺകുട്ടികളെ കെട്ടിക്കണ ഒരു പരിപാടിയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരാൾ 1.5 ലക്ഷം രൂപ പറഞ്ഞു. പടച്ചോനെ വല്ലാത്ത സന്തോഷമായി. എന്നിട്ടിപ്പോൾ നമ്പറും കൊടുത്തു. പാവപ്പെട്ട സംഘാടകരെ വിളിച്ചു. ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഈ നമ്പർ നിലവിലേ ഇല്ല. ഈ നമ്പറിൽ നിലവിലില്ല. അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞ ഏട്ടങ്ങള്? ഖുർആൻ എന്താ പറഞ്ഞ? നമ്മൾ വാഗ്ദാനം ചെയ്യാൻ ശ്രദ്ധിച്ചോളി. വാഗ്ദാനം ചെയ്യൂന ബിന്നദിരി വയഖാഫൂന യൗമാ കാന ശർറുഹു മുസ്തതീറാ. ചില ആളുകൾ വാഗ്ദാനം ചെയ്യും, പക്ഷെ അത് കൊടുക്കൂല. ഇവിടുത്തെ കഥ അങ്ങനല്ല, എല്ലായിടത്തെ കഥ അങ്ങനെയാണ് അല്ലേ എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അവസാനം ചോദിക്കുമ്പോൾ ഏതായാലും ഉസ്താദ് ഞാൻ വാഗ്ദാനം ചെയ്താൽ കൊടുക്കൂല, അതുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഇങ്ങനെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. കൊടുക്കണം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് വരുമ്പോ അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തുമല്ലോ. അള്ളാഹുവേ നമ്മ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ? വയുത്വഇമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. നിനക്ക് വിശക്കുന്നതിനോടൊപ്പം, നിനക്ക് ദാഹിക്കുന്നതിനോടൊപ്പം, നിനക്ക് പട്ടിണിയാണ്, നിന്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും 10 കാശ് നിന്റെ കയ്യിലില്ല. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നീ മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ്. എന്ത് മനസ്സിലായി? ഇന്നിപ്പോ എനിക്ക് രോഗമാണ്. ഇവിടെ നോക്കിക്കോളി, എനിക്ക് രോഗമാണ്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിനുണ്ട് രോഗം, എനിക്ക് രോഗമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ആകപ്പാട് 50 രൂപയേ ഉള്ളൂ. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞനുസരിച്ച് ആ 50 രൂപ ആ മനുഷ്യനെ കൊണ്ടിട്ട് കൊടുക്കണം. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. നിനക്ക് വിശക്കുന്നതിനോടൊപ്പം, നിനക്ക് ദാഹിക്കുന്നതിനോടൊപ്പം നീ മറ്റുള്ളവന്റെ പട്ടിണിയെ മാറ്റുന്ന, നീ അതാ മറ്റുള്ളവന്റെ പട്ടിണിയെ കാണണമെന്നാണ്, അവന്റെ വിശപ്പിനെ മാറ്റണമെന്നാ. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മഹദിയായ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ആരാണെന്നറിയോ? സുരലോക സുവർഗത്തിൽ സുഗന്ധ പുറാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹ്. അഗമിയിൽ മീഗന്തുള്ളേ സുറുമക്കൻ കനിയാളെ സുരബില സൂരറാണി ഫാത്തിമ റളിയല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അതുപോലെ ഹസനും ഹുസൈനും 2 കൊച്ചുമക്കളാണ്. നോമ്പെടുക്കുകയാണ്, സുന്നത്ത് നോമ്പെടുക്കുകയാ. അന്ന് നേരം വെളുത്തപ്പോ അലിയാർ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മരുമകനാകുന്ന അലിയാർ തങ്ങളെ, നമുക്ക് ഒരുപക്ഷെ വിശപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് സഹിക്കാം, ഒരുപക്ഷെ നമുക്ക് ദാഹമുണ്ടെങ്കിൽ സഹിക്കാം, ഒരുപക്ഷെ നമുക്ക് വിഷമം വന്നാ സഹിക്കാം. പക്ഷേ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേദന വന്നു പോയാൽ, കൊച്ചുമക്കൾക്ക് വിഷമം വന്നു പോയാൽ അത് സഹിക്കാൻ കഴിയില്ലല്ലോ.
അലിയേ. അതുകൊണ്ട് പൊന്നുമക്കൾ നോമ്പെടുത്തതാണ്, അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി വല്ലതും കൊണ്ടു കൊടുക്കുമോ? അല്ലാ അലിയാർ തങ്ങളും നോമ്പെടുത്തിട്ടുള്ള മഹാമനുഷ്യാണ്. അവിടെ നിന്ന് പോകുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. കിട്ടിയിട്ടുള്ള തുച്ഛമാക്കപ്പെട്ട ഈത്തപ്പഴങ്ങൾ അത് കൊണ്ടുവന്നുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതൊരു പാത്രത്തിലങ്ങിടുകയാ. പാത്രത്തിലങ്ങിട്ടിട്ട് പൊന്നുമക്കളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും ചെറ്റക്കൂരയിൽ ചാരിയിരിക്കുകയാണ്. അല്ലാ ചാരിയിരിക്കുന്നു. കൊച്ചുമക്കളാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുകയാണ്. അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുച്ഛമായ നിമിഷം ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയിൽ നിന്ന് ബിലാൽ ഒന്ന് ബാങ്ക് വിളിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്നുമക്കൾ നോമ്പ് മുറിക്കുമായിരുന്നല്ലോ, ഈത്തപ്പഴം കഴിക്കുമായിരുന്നല്ലോ. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേ അതാ വീട്ടിന്റെ വാതിലിൽ ആരോ വന്നുകൊണ്ട് മുട്ടുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയിനോട് പറഞ്ഞു, അലിയേ, ആരോ വീട്ടിന്റെ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുകയാണ് അലിയേ, അതുകൊണ്ട് വാതിൽ തുറക്കണേ അലിയേ. അലിയാ തങ്ങൾ ചെന്നുകൊണ്ട് വാതിൽ തുറന്നപ്പോ അല്ലാ വയുത്വഇമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീന, ഒരു മിസ്കീനായ മനുഷ്യനാണ് കടന്നു വന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ്, വിശക്കുന്നു അലിയേ, വല്ലാതെ വിഷമമുണ്ട്, എനിക്ക് ദാഹമുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നതാരാ? മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നത്. വദാ മക്കള് വാടി തളർന്നുകൊണ്ടിരിക്കുകയാണ്. പുന്നാര മക്കൾ നോമ്പ് തുറക്കാൻ വെച്ചിരുന്ന ആ പാത്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആ ഈത്തപ്പഴം അങ്ങെടുത്തുകൊണ്ട് കൊടുക്കുന്നു. അലിയേ, ആ വിശന്നുകൊണ്ട് കടന്നു വന്ന മിസ്കീനായ മനുഷ്യനില്ലേ, ആ മനുഷ്യനിക്ക് വേണ്ടി കൊടുക്കണേ അലിയേ. ഇവർക്ക് വിശപ്പുണ്ട്, ഇവർക്ക് ദാഹമുണ്ട്. പുന്നാര മക്കള് കൊച്ചുമക്കളാണ്. ഇവർക്കൊന്ന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവരിന്ന് വാടിത്തളർന്നു പോകും. ഉച്ചക്കുന്നവരെ കഴിച്ചിട്ടില്ല, ഇന്നവരൊന്നും കുടിച്ചിട്ടില്ല, നോമ്പായിരുന്നു. അവർക്ക് ആഹാരത്തിന് താല്പര്യമുള്ളതിനോടൊപ്പം ആ ഈത്തപ്പഴമിട്ട് കൊടുത്തത് മിസ്കീനായ മനുഷ്യനക്ക് വേണ്ടിയാ. രണ്ടാമത്തെ ദിവസവും നോമ്പെടുക്കുകയാണ്. ദാഹിച്ചു വലയുന്ന പൊന്നുമക്കളാട് വിശപ്പോടെ, വേദനയോട്, ഗദ്ഗതത്തോട്, നൊമ്പരത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പുന്നാര മക്കള് ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും രണ്ടാമത്തെ ദിവസം നോമ്പെടുത്തു. പതുപോലെ പറഞ്ഞു, അലിയേ, വല്ലതും കൊണ്ടുവരുമോ? അന്ന് കടന്നു പോയപ്പോ കിട്ടിയത് കുറച്ച് ഉണക്ക റൊട്ടി കഷ്ണങ്ങളാണ്. അതുമായിട്ട് തിരിച്ചു വന്നു. ബാങ്ക് വിളിക്കാൻ കാത്തിരിക്കുന്നത് ഫാത്തിമയാണ്. അല്ലാഹുവേ, ഇന്നലെ എന്റെ പൊന്നു മക്കളെ പട്ടിണിയിലാണ്. അല്ലാ, ഇന്നും അവര് പട്ടിണിയാകുമോ? മഗ്‌രിബിന്റെ സമയമായൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ, ആരോ വീട്ടിന്റെ വാതിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. വയുത്ഇമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമാ. ഒരു യതീമായ ഒരു കുട്ടിയാണ്, പാപ്പയില്ലാത്ത പൊന്നുമക്കളാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അസ്റായീൽ എപ്പോഴാണ് കടന്നു വരുന്നത് എന്നറിയില്ല. അസ്റായീൽ കടന്നു വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പാപ്പയില്ലാത്തൊരു കുട്ടിയെ സഹായിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാര് ആരെങ്കിലും ഈ സദസ്സിൽ പെട്ടുപോയാ രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെട്ടു പോയി. അന്ന് കടന്നു വന്നത് പാപ്പയില്ലാത്തൊരു കുട്ടിയാണ്. അവിടെ നിന്ന് പറയുന്ന, വിശക്കുന്നു ഉമ്മ, ദാഹിക്കുന്നു ഉമ്മ, വല്ലതും തരുമോന്ന് ചോദിച്ചപ്പോ രണ്ടാമത്തെ ദിവസം പട്ടിണിക്കിരിക്കുന്ന മക്കള് അവരുടെ പാത്രത്തിൽ നിന്ന് അതങ്ങെടുക്കുകയാണ്. റൊട്ടി കഷ്ണങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് ആർക്കെന്നറിയോ പ്രിയപ്പെട്ടവരെ? ബാപ്പയില്ലാതെ വന്ന പ്രിയപ്പെട്ട പൊന്നുമോനിക്കാണ്. അവിടെ നിന്ന് കഴിച്ചോ പൊന്നുമോനെ, ഇതാ ഇന്നിപ്പോ രണ്ട് മക്കൾ രണ്ടാമത്തെ ദിവസം ആഹാരം കഴിച്ചിട്ട്
നോമ്പെടുത്തിട്ടില്ല. ചുരുക്കട്ടെ, മൂന്നാമത്തെ ദിവസവും നോമ്പെടുക്കുകയാണ്. പറഞ്ഞു വിട്ടു, അലിയേ ഒന്ന് കടന്നു പോകണം അലിയേ. മക്കളൊന്ന് മൂന്നാമത്തെ ദിവസമല്ലേ അലിയേ, അവര് വിശന്നുകൊണ്ട് കഴിയുന്നവരാ, അവർ ദുഃഖത്തിൽ കഴിയുന്നവരാണ്. അവരുടെ വിശപ്പ് മാറ്റാൻ നിങ്ങളല്ലാതെ പിന്നെ ആരാനുള്ളത്? അലിയാർ തങ്ങൾ കടന്നു പോവുകയാണ്. അന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മുന്തിരിക്കുലകളാണ്, അത് കൊണ്ടുവച്ച് കൊടുക്കുന്നു പുന്നാര മക്കളുടെ മുമ്പിൽ. അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് ധാരധാരയായി വരുന്നുണ്ട്. അല്ലാഹുവേ, ഇന്നാരെങ്കിലും കടന്നു വരുമോ പടച്ചോനെ? എന്റെ മക്കൾ വിശക്കുന്നവരാണ്. ഒരു ദിവസമായി റബ്ബേ, 2 ദിവസമായി റബ്ബേ, 3 ദിവസമായി അല്ലാ. ഇന്നും ആരെങ്കിലും കടന്നു വന്നാൽ നമ്മുടെ മക്കള് പട്ടിണിയായി പോകും പടച്ചോനെ. അല്ലാഹുവേ, അവിടന്ന് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോഴതാ കടന്നു വരുന്നു ഒരാള്. വയുതുഇമൂന അത്വാമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ. മൂന്നാമത്തെ ദിവസവും ഒരാൾ കടന്നു വരികയാണ്. അവിടന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ വാതിലിൽ മുട്ടുകയാണ്. ആരാ പടച്ചവരെ വാതിലിൽ മുട്ടുന്നത്? ഇന്നാരാ റബ്ബേ വാതിലിൽ മുട്ടുന്നത്? വേദനയോടെ, ഗദ്ഗതത്തോടെ, നൊമ്പരത്തോടെ, പ്രയാസത്തോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടന്ന് അലിയിനോട് പറഞ്ഞു, അലിയേ ആരോ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്, വാതിലൊന്ന് തുറക്കുമോ അലിയേ? അലിയാര് തങ്ങൾ ചെന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോ ഒരാള് ക്ഷീണിച്ചുകൊണ്ട് പരവശനായി കടന്നു വന്നുകൊണ്ട് ആഹാരത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അവിടെ നടത്തിയിട്ട് മൂന്നാമത്തെ ദിവസവും അവിടെ ഒന്നും കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് വന്നിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള എത്രയോ പാവപ്പെട്ട വീട്ടില് കണ്ണുനീരോടെ, വേദനയോടെ, ഗദ്ഗതത്തോടെ, നൊമ്പരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് മക്കൾ കഴിയുന്നില്ലേ? ഒരു മക്കളുടെ കാര്യം അന്വേഷിക്കാൻ, ബാപ്പയില്ലാത്തൊരു കുട്ടിയുടെ കാര്യം തിരക്കാൻ, അല്ലെങ്കിൽ രോഗമായി കിടക്കുന്ന ഒരാളുടെ കാര്യം തിരക്കാൻ, ക്യാൻസർ പിടിപെട്ടു എന്നതാ ജോലിക്ക് പോകാൻ പോലും കഴിയാതെ എത്രയോ ആളുകൾ ഇന്ന് പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്തുണ്ട്. എന്തേ മുസ്ലിമേ തിരക്കാൻ കഴിയാതെ പോയത്? എന്തേ പ്രിയപ്പെട്ടവരെ തിരക്കാൻ ഇന്ന് കഴിയാതെ പോയത്? ഇന്ന് കണ്ടോ ഫാത്തിമ ബീവി, കണ്ടോ അലിയാർ തങ്ങള്, പുണ്യ റസൂലുള്ളാഹിന്റെ മുത്തുമാണിക്കമല്ലേ ഫാത്തിമ? അവിടെ 3 ദിവസവും മക്കൾക്ക് ആഹാരം ആവശ്യമാണ്. വയുതുഇമൂന അത്വാമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ. 3 ആളുകൾക്ക് അവിടെ നിന്ന് കടന്നു വന്നിട്ട് ആഹാരം കൊടുത്തു. ഇവർക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ? ഇവർക്ക് ദാഹമില്ലാഞ്ഞിട്ടാ? അല്ല, അള്ളാഹിന്റെ കൂലി മാത്രം, അള്ളാഹുവിന്റെ കൂലി മാത്രം. അല്ലാതെ ഇവരെ പട്ടിണി ഇരുന്നാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല. അങ്ങനല്ല അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടിട്ട് പറയാം. അസ്രാഈൽ, ഉറക്കെ എന്താ ഒരു പേടി, ബഹുമാനപ്പെട്ട ഖാബ്ദുൽ അർവാഹ് മലക്ക് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന ഒരു വെട്ടമെങ്കിലും ഒരു പാവപ്പെട്ടവരെ സഹായിക്കണം. രോഗിയായി കിടക്കുന്നവരെ ചെന്ന് കാണണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്. ഇത് പഠിപ്പിക്കുന്നത് ഞാനല്ല, ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരല്ല, പിന്നാരാ? ഒരിക്കൽ പോലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, ചിന്തിക്കണം. എന്നിട്ടോ ചില ആളുകൾ പറയും, ഞാൻ ഇത്ര കൊടുത്തു, അതിന് വേണ്ടിയാണ്, ഇതിന് വേണ്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും വേണ്ട. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യാ അല്ലാഹ്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കൊടുക്കുന്നതെന്നറിയോ? അല്ലാഹുവിനെ പേടിച്ചിട്ടാണ്, റബ്ബിനെ പേടിച്ചിട്ടാണ്. അതല്ലാതെ ഞാൻ അങ്ങനെ കൊടുത്താൽ 10 പേര് കാണുമല്ലോ, അവരറിയല്ലോ, എന്തെന്നും ഒരു ആവശ്യത്തിനും വേണ്ടി അല്ല. വേദനാജനകമായൊരു ദിവസം വരും മഹ്ശറ. فإذا نفخ في الصور أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതി ഭൂമിയാസകലം തകർത്ത് തരിപ്പണമാക്കി പിന്നീട് മനുഷ്യനെ പുനർജീവിപ്പിക്കുന്ന ഒരു സമയമുണ്ട്, ദിവസമുണ്ട്. അവിടെ നമ്മളെ കൊണ്ടു നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്, മഹ്ശറയാകുന്ന കോടതി. ആ മഹ്ശറയാകുന്ന കോടതിയിൽ
രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതല്ലേ അള്ളാന്റെ ഖുർആൻ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഖാഫു മിർ റബ്ബിക യൗമൻ അബൂസൻ ഖംതരീർ. എല്ലാവരും പേടിച്ചു വരണ്ട് ഓടുന്നൊരു ദിവസമുണ്ട്, പൊട്ടിക്കരയുന്നൊരു ദിവസമുണ്ട്, ബാപ്പാക്ക് മക്കളെ അറിയാത്തൊരു ദിവസമുണ്ട്, ഉമ്മാക്ക് മക്കളെ അറിയില്ല, ഭർത്താവിന് ഭാര്യ അറിയില്ല, ഭാര്യക്ക് ഭർത്താവിനെ അറിയില്ല. ഈ ഒരു കൂട്ടത്തിൽ പോകുന്ന ഒരു സമയമുണ്ട്, ഒരു സ്ഥലവുമുണ്ട്. അവിടെ വരുമ്പോ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറ വജസാഹും بما صبروا جنة وحريرا. അല്ലാഹുവിന്റെ ഖുർആൻ യാ അല്ലാഹ് എത്ര വ്യക്തമായിട്ട് പടച്ചോൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പേടിച്ചു വരണ്ടിട്ട് എല്ലാവരും ഓടുന്ന ദിവസം സന്തോഷത്തിന്റെ മുഖമായി പടച്ചവനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അങ്ങനെ ഉള്ള സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ പടച്ചോനെ. മനസ്സറി എൻ്റെ ദുആ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ആമയില്ല എൻ്റെ വിജയം. അള്ളാഹു അങ്ങനെ ഉള്ളവരും നമ്മൾ ഉൾപ്പെടുത്തണേ. അള്ളാഹ് നമ്മൾ കണ്ടറിയണം, അനാഥ മക്കളെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കണം. എന്നാൽ രക്ഷപ്പെട്ടു, പരാജയം നമുക്കിവിടെ ഇല്ല. അനാഥ മക്കളെ സഹായിച്ചുകൊണ്ടെന്നും പറഞ്ഞ് എൻ്റെ ഇന്ന് പിന്നെ ഇരിക്കുന്ന ഒരു 50 രൂപയോ 30 രൂപയോ പോയെന്നും പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നേ പോയിട്ടുള്ളൂ, പടച്ചോൻ്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല, അള്ളാന്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല. അനാഥ മക്കളെ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നടിക്കാനും പറ്റൂല. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുതുക് വളഞ്ഞത്? അപ്പോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് എൻ്റെ പൊന്നുമകൻ യൂസുഫിനെ കുറിച്ചിരുന്നിട്ട് ഓർത്തിങ്ങനെ കരഞ്ഞിട്ടാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയത്. അപ്പോൾ നിങ്ങളുടെ മുതുക് വളഞ്ഞതോ നബിയെ? അതെൻ്റെ മകൻ ബിനിയാമിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് എൻ്റെ മുതുകം വളഞ്ഞത്. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോയി, പെട്ടെന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ യാഖൂബ് നബിയേ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനാണ് പോയെന്നറിയോ നബിയേ? നിങ്ങളുടെ മുതുകെങ്ങനാണ് വളഞ്ഞേന്നറിയോ? നിങ്ങളുടെ പുന്നാര മകനാകുന്ന യൂസുഫിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞത് കൊണ്ടല്ല നബിയേ. നിങ്ങളുടെ മുതുക് വളഞ്ഞത് ബിന്യാമീനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞത് കൊണ്ടല്ല നബിയേ. അതാ നിങ്ങൾ നോമ്പെടുക്കുന്നു ഒരു ദിവസം, അപ്പോഴതാ ബാപ്പയില്ലാത്തൊരു പൊന്നുമോ നിങ്ങളുടെ വീടിന്റെ ചാരത്ത് കൂടി പട്ടിണിയോടെ വേദനയോടെ വിഷമത്തോടു കൂടി കടന്നു വന്നപ്പോ നിങ്ങൾ നല്ലതുപോലെ ഒരു ആടിനെ അറുത്തില്ലേ നബിയേ? സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചില്ലേ നബിയേ? ഈ ഒരു അനാഥ കുട്ടിയെ നിങ്ങൾ കാണാതെ പോയില്ലേ നബിയേ? അതുകൊണ്ടാണ് നബിയേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്, അതുകൊണ്ടാണ് നബിയേ നിങ്ങളുടെ മുതുക് വളഞ്ഞത്. എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരുപാട് അനാഥ മക്കളുണ്ട്. അവരെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇതുപോലത്തെ അദാബ് നമുക്ക് വന്നുകൂടാന്നില്ല. അതുകൊണ്ട് ഇനി അവരിനി അങ്ങനെ കാണിക്കുന്നവനാണ്. അവന്റെ ബാപ്പയും ഞാനുമായി തെറ്റായിരുന്നു, അവന്റെ ഉമ്മ എന്റെ ബന്ധുവാണ്, പക്ഷേ കുടുംബ പ്രശ്നമുണ്ട്, കുടുംബത്തിൽ ഉടക്കുണ്ട്, അതുകൊണ്ട് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ബാപ്പ ഇല്ലാത്ത മക്കളാണോ? അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ രക്ഷപ്പെടണ്ടേ? ഒന്ന് കൊടുത്തു പോയാൽ അൽഹംദുലില്ലാഹ് നിനക്ക് രക്ഷപ്പെടാം ഉമറേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ചിന്തിക്കണം എൻ്റെ നമുക്ക് എന്താ ചിന്തിക്കാൻ? ഇന്നിപ്പോൾ നമ്മളിങ്ങനെ പോവാറുണ്ട് ദുനിയാവിൻ്റെ പുറത്തൂടെ, അഹങ്കാരത്തിൻ്റെ ആർഭാടത്തിൻ്റെ ആഭാസരത്തിൻ്റെ പുറത്തുകൂടി പോകും. അതുകൊണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ഉമറേ, ഇനി ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് വമാ തദ്രി മാദാ തക്സിബു ഗദാ, ഒക്കെ ഖുർആൻ ആയത്ത് വെച്ചാ പറയാ, വമാ തദ്രി മാദാ തക്സിബു ഗദാ, നീ നാളെ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിന്റെ സമ്പത്ത്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നീ ഒരു വിചിന്തനം നടത്തണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതിലൂടെ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയോ, എൻ്റെ ഭാര്യയെ കൊണ്ടുപോയോ, എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുപോയോ? ഇൻഷാ അല്ലാഹ് അവസാനം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വഫാത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഈ സദസ്സ് പിരിയ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ചോദിക്കും, എല്ലാം അല്ലാഹു ചോദിക്കുന്നൊരു ചിന്ത വേണം. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് പടച്ചവൻ നിന്നോട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുമെന്നുള്ള അടിയുറച്ച ചിന്ത നിനക്ക് വേണം. നമ്മുടെ സമ്പത്ത് 1 രൂപയാണെങ്കിൽ പോലും, ഇന്നിപ്പോ ചില ആളുകളുണ്ട് കടയിൽ പോയിട്ട് നമ്മളെന്താ പറയാ, അത് കുഴപ്പമില്ല, അതോട് കിടന്നിട്ട് 50 ദിവസമല്ലേ വേണ്ട, ചോദ്യമുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെ പോകും, പെട്ടെന്ന് കടയിൽ പോയിട്ട് 50 ദിവസം ഇപ്പം ഇല്ല, ആയിക്കോട്ടെ, അത് വേണ്ട, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഈ 50 പൈസയ്ക്ക് നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നമ്മളിങ്ങനെ എന്താ നിസാരയ്ക്ക് അങ്ങോട്ട് കളയും, വേണ്ടെന്ന് പറഞ്ഞു. എല്ലാത്തിനും ചോദ്യമാണ്. അതുകൊണ്ട് സമയം നമുക്കിവിടെയില്ല. ഇത് 1-2 ദിവസം നല്ലതുപോലെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളോതി അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن അല്ലാഹുവിന്റെ റസൂൽ ഇത് അങ്ങോട്ട് ഓതി കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട മഹ്മൂദ് ബിൻ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ ഇവിടെ എന്ത് സുഖമാ റസൂലേ നമുക്കുള്ളത്. ബദറിന്റെ, ഖൈബറിന്റെ, ഖന്ദഖിന്റെ, ഹുനൈനിന്റെ രണാങ്കണത്തിൽ പോയിട്ട് കൈമുറിഞ്ഞു നബിയേ, കാല് മുറിഞ്ഞു നബിയേ, എല്ലാ ശരീരത്ത് വെട്ടുകൊണ്ടിട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട് നബിയേ. കുറച്ച് കാരക്കയല്ലാതെ, കുറച്ച് വെള്ളമല്ലാതെ എന്ത് സുഖമാ റസൂലല്ലാഹ് നമുക്കിവിടെയുള്ളത്. സഹോദരങ്ങളെ, മുത്തുനബി തങ്ങൾ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്നെ കുറിച്ചല്ല പൊന്നുമോനെ, അമാ അന്നഹു സയഖൂൽ, അമാ അന്നഹു സയഖൂൽ. 2015-ലും 2014-ലും 2013-ലും കുറെ ആളുകൾ കടന്നു വരും. അവർക്ക് അല്ലാഹു എന്ത് നിഅമത്ത് കൊടുത്തോ അതിന്റെ എല്ലാ പിന്നാമ്പറങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് പടച്ചവന്റെ പടപ്പുകളാകുന്ന ഞാനും നിങ്ങളും പാരിൽ പരിവർത്തനത്തിന്റെ പടഹത്തൊഴി തീർക്കാതെ അഹങ്കാരത്തിന്റെ, ആർഭാടത്തിന്റെ, ആഭാസരത്തിന്റെ, അലോസരതയുടെ ആഴക്കടലിൽ വീണു പോകുന്ന ഒരു വിഭാഗം കടന്നു വരുമെന്ന് ആദരവായ റസൂലുള്ളാഹി അമാ അന്നഹു സയഖൂൻ. യാ അല്ലാഹ്, അതിൽ ഞാൻ പെട്ടു, നിങ്ങൾ പെട്ടു. നമ്മളെ കുറിച്ചാ പറഞ്ഞത്. സ്വഹാബത്തെ നിങ്ങളെ കുറിച്ചല്ല. നിങ്ങൾക്ക് വല്ലാത്ത വിശപ്പുണ്ടെന്നറിയാം, ദാഹമുണ്ടെന്നറിയാം. ഞാൻ നിങ്ങളെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അമാ അന്നഹു സയഖൂൻ. പുറകെ വരും ചില ആളുകൾ, അവർ സമ്പത്ത് അടിച്ചു തെറിപ്പിക്കും, പാവങ്ങളെ സഹായിക്കൂല, മറ്റുള്ളവന്റെ വിശപ്പ് കാണൂല, അഹങ്കാരവും കിബറും പിന്നെ റിയാവും ഒക്കെ വെച്ചിട്ട് ഈ ദുനിയാവിന്റെ പുറത്തുകൂടി കടന്നു പോകുന്ന ഒരു വിഭാഗം ആളുകൾ കടന്നു വരാൻ ഇരിക്കുന്നു. അങ്ങ് ആരെ കുറിച്ചാ പറഞ്ഞപ്പോ? എന്നെ കുറിച്ചാ. യാ അല്ലാഹ്, നമ്മയൊക്കെ നീ രക്ഷപ്പെടുത്തണേ പഠിച്ചോനെ. ഇത് ചിന്തിക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. അങ്ങനെ പോവാൻ ഈ ഒരു ചെവി കൊണ്ട് കേട്ട് ഈ ചെവിയോടെ കളയരുത്, പഠിച്ചോളി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. എന്തിനേറെ? ഞാൻ പറഞ്ഞുതരാം. എന്തിനേറെ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ അതാ മദീന പള്ളിയിൽ 2 സ്വഹാബാക്കൾ ഇരിക്കുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശന്നുകൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത്. വല്ലാതെ വേദനയാണ്, ദുഃഖത്തോടെ വന്നിരിക്കുന്നു.
പോയിരിക്കുന്നു. ഇവിടെ ഇരുന്നാൽ ആരെങ്കിലും റസൂലുള്ളാഹിക്ക് വല്ലതും കൊണ്ടുവന്നാൽ അത് കിട്ടുമല്ലോ, അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴതാ ഒരാൾ കടന്നു വരുന്നു. ആരെന്നറിയോ? മദീനയുടെ മണവാളനെ, മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത കാരുണ്യത്തിന്റെ കടലായ ഖൈറുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മെല്ലെ മെല്ലെയാ നടന്നു വരുന്നത്. അവിടെ നദാ അള്ളാന്റെ ഹബീബിനെ കണ്ടപാട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ തങ്ങളും എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അല്ല അബൂബക്കറെ, എന്തേ പതിവില്ലാതെ ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടുപോയി? അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ ചോദ്യം, നബിയെ നിങ്ങളും ഈ സമയത്ത് ഇവിടെ കാണാറില്ല, എന്തേ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ വിഷംന്ന് കൊണ്ട് കടന്നു വന്നതാ, വിഷംന്ന് കൊണ്ട് കടന്നു വന്നതാണ്. വേദനയോടെ ഗദ്ഗതത്തോടെ നൊമ്പരത്തോടെ ഇവരിങ്ങനെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ കാണുന്ന തോട്ടം കണ്ടോ? ആ തോട്ടത്തിലേക്കൊന്ന് കടന്നു പോയാൽ അവിടെ നമുക്ക് കിട്ടും, നല്ല തണുപ്പുള്ള വെള്ളം കിട്ടും, നല്ല കാറ്റ് കിട്ടും, നല്ല ആഹാരം കിട്ടും. അത് അബുൽ ഹൈതമിന്റെ വീടാണ്. അതുകൊണ്ട് നമുക്ക് അവിടത്തേക്കൊന്ന് കടന്നു പോകാം. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടന്ന് മെല്ലെ മെല്ലെ പിടിച്ചെഴുന്നേൽക്കുകയാണ്. ഫതുസീബാനി ശറാബൻ വതആമൻ വളില്ലാഹ്, ഇത് മൂന്നും നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പോകുന്നത് അബുൽ ഹൈതമിന്റെ വീട്ടിലേക്കാണ്. ഓടി വീട്ടിലേക്ക് പോയിട്ട് വാതിലിൽ മുട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞു. ആരുമില്ല, ആരുമില്ല. രണ്ടാമത് സലാം പറഞ്ഞു, ഒരാളെയും കാണുന്നില്ല. മൂന്നാമതും സലാം പറഞ്ഞു, ആരും മടക്കുന്നില്ല. അവസാനം അവിടെ നിന്ന് തിരിച്ചു മടങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴതാ അബുൽ ഹൈതമിന്റെ ഭാര്യ വന്നിട്ട് വിളിക്കുന്നു, റസൂലല്ലാഹ് നിങ്ങൾ പോകല്ലേ നബിയേ, പോകല്ലേ റസൂലേ, നിങ്ങൾ ഞങ്ങളെ വിട്ട് പിരിയല്ലേ നബിയേ. ആരാണ് ദുആ ഇറക്കുന്നത്? എപ്പോഴും ദുആ ഇറന്നാലും ഉത്തരം കിട്ടുന്ന റസൂലല്ലാഹ്, നിങ്ങൾ ദുആ ഇറന്നപ്പോ അതിരിയും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണ്. പിണക്കമില്ല നബിയേ, വഴക്കില്ല നബിയേ, ഇരിക്കണേ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോളെ അബുൽ ഹൈതം എവിടെയാണ്? അതാ കുറച്ച് വിദൂരത്ത് പോയിരിക്കുന്നു, കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവരാനാണ്. അബുൽ ഹൈതം അവിടെ നിന്ന് കടന്നു വരുന്നു. അബുൽ ഹൈതം റളിയല്ലാഹു തആല കടന്നു വന്നപ്പോ ആരാണ് വീട്ടിന്റെ ഉള്ളിലെന്നറിയോ? ഫലമ്മാറകൽ ഇസ്ലാമി ഇസ്സല്ലി ഉമ്മതി വലാ മിത്ലാലിയാ ഫിൽ ഇറാശി മഅശറാ നബിയും വസിദ്ദീഖോ വഫാറൂഖു ഉമ്മതി വഖൈറു ബനി ഹവ്വാ ഫർഅൻ വഉൻസുറാ. ലോകത്തൊരാൾക്ക് പോലും ലഭിക്കാത്ത അതിന് ഏറ്റവും നല്ല അതിഥികളുടെ കൂട്ടത്തിൽപ്പെട്ട അതിഥിയാകുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയും വസിദ്ദീഖോ വഫാറൂഖു ഉമ്മതി വഖൈറു ബനി ഹവ്വാ ഫർഅൻ വഉൻസുറാ. സന്തോഷവാന്മാരല്ലേ കടന്നു വന്നിരിക്കുന്നത്. അബുൽ ഹൈതം കത്തിയെടുത്തു, നല്ലൊരു ഈത്തപ്പന കുല അവിടെ നിന്ന് മുറിച്ചു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു. അത് കഴിച്ചു റസൂലുള്ളാഹിയും ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും കഴിച്ചു. നല്ലതുപോലെ കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലൂടെ കത്തിയും എടുത്തുകൊണ്ട് കടന്നുപോയി. ഒരു ആടിനെ അറുക്കാനാ റസൂലുള്ളാഹി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബുൽ ഹൈതമേ, കറവയുള്ള ആടിനെ നിങ്ങൾ അറുക്കരുതേ, കറവയുള്ള ആടിനെ നിങ്ങൾ അറുക്കരുതേ. സഹോദരങ്ങളെ,
കറവുള്ളതിനെ നിങ്ങൾ അറുക്കരുത്, അല്ലാത്ത ഒന്നിനെ അറുത്തോ. അല്ലാത്ത ഒന്നിനെ അറുത്തു കൊണ്ടുവന്ന് മാംസം പാചകം ചെയ്തു അവിടെ നിന്ന് കൊണ്ടുവച്ചു കൊടുക്കുകയാണ്. ആരുടെ മുമ്പിലെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലാണ്. അബൂബക്കർ തങ്ങളുടെ മുമ്പിലാണ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ, ഉമർ തങ്ങളുടെ മുമ്പിലും നല്ലതുപോലെ കഴിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ثم لتسألن عن هذا يوم القيامة. ഉമറേ, അബൂബക്കറേ, നിങ്ങൾ ഈ ഭക്ഷിച്ച ഭക്ഷണമില്ലേ, നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, അത് മറക്കല്ലേ. ഇന്നിവിടെ ആഹാരം കഴിച്ചവനാ ഞാന്, ഈ ഇരിക്കുന്നവർ ആഹാരം കഴിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ثم لتسألن عن هذا يوم القيامة. എല്ലാം ഖിയാമത്ത് നാളിൽ ചോദിക്കുമെന്നാണ്, എല്ലാം ഖിയാമത്ത് നാളിൽ ചോദിക്കുമെന്നാണ്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ, യഥാവിശ്വം കൊണ്ട് കടന്നു വന്നിട്ട് ഒരു ആടിന്റെ അല്പം ഒന്ന് കഴിച്ചപ്പോ അതും ചോദ്യമുണ്ടെന്നാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം യാ ഉമർ, അതേ ഉമറേ. ثم لتسألن عن هذا يوم القيامة فهذا من النعيم. ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്, ഇതെല്ലാം പടച്ചവന്റെ നിഅമത്തുകളിൽ പെട്ടതാണ്. ഇന്ന് രാവിലെ, ഇന്ന് ചായ കുടിച്ചവരെ, കാപ്പി കുടിച്ചവരെ, ഉച്ചക്ക് ചോറ് കഴിച്ചവരെ, ഇന്ന് ഈ സമയത്ത് വെള്ളം കുടിച്ചവരെ, അതാ മിനൻ നഈം. ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹമാണ്. ഇതിനെ കുറിച്ചൊക്കെ ചോദ്യമുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി അല്ലാതെ അസ്റായീലിന്റെ മുമ്പിൽ പെട്ടു പോകല്ലേ ഉമർ. യാ അല്ലാഹ്, സഹോദരങ്ങളെ, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എല്ലാം അല്ലാഹു തആല ചോദിക്കും. ഈ ദുനിയാവിൽ ഇനി നമ്മൾ ഉപയോഗിക്കുന്നതിൽ ചോദ്യം ഇല്ലാത്ത 3 കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ നോക്കി, ചോദ്യം ഇല്ലാത്ത 3 കാര്യം. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അതേതൊക്കെ കേട്ടില്ലേ? ഒന്ന്, ഖിർഖത്തുൽ ലഫ ബിഹർ റജുലു ഔറത. ശർഈയായ നിയമം അനുസരിച്ച് കൊണ്ട് ഒരു പുരുഷന്റെ ഔറത്ത്, മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള ആ ഭാഗം മറയ്ക്കുന്ന വസ്ത്രം, അത് അല്ലാഹു തആല ചോദിക്കൂല. ബാക്കി അതിന്റെ മേപ്പോട്ട് കയറിയ ഈ ജുബ്ബയും ഈ തൊപ്പിയും ഈ ഷാളും എല്ലാം അല്ലാഹു തആല ചോദിക്കും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. യാ അല്ലാഹ്, എല്ലാം ചോദിക്കും, ഒന്നും വിടൂല, എല്ലാം ചോദിക്കും. പിന്നെയോ, ഒരു മനുഷ്യനിക്ക് നല്ല വിശപ്പുണ്ട്, ആ ഒരു നേരത്തെ ഭക്ഷണം, ആ ഒരു ഭക്ഷണം അവനിക്ക് ഒരു നേരത്തേക്ക് വേണ്ടി, അതെന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി, ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അത് കഴിച്ചാൽ അതിന് ചോദ്യമില്ല. ബാക്കി കഴിക്കുന്നതിന് മുഴുവൻ ചോദ്യം. ചില വീടുകളിൽ കല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ ബാപ്പമാരോട് പറയാ, എൻ്റെ ഉമ്മമാരോട് പറയാ, ചില ആളുകൾ അഭിമാനം പറയാറുണ്ട്, ഉസ്താദെ, എൻ്റെ മകളുടെ കല്യാണത്തിന് 2 ചെമ്പ് ചോറാണ് ബാക്കി വന്നത്, അത് കൊണ്ടുചെന്ന് കുഴിച്ചിട്ടല്ലേ എന്ത് ചെയ്യാനാ? യാ അല്ലാഹ്, ഒരു തരിച്ചോറിന് 2 ചെമ്പ് പോട്ടെ, ഒരു തരിച്ചോറിന് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് ഒരിക്കലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ? അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നല്ലതുപോലെ പാത്രമൊക്കെ വടിച്ച് നക്കണം. പാത്രം അല്ലേ, പണ്ടൊരു ഉസ്താദ് ചോറ് കഴിക്കാൻ വേണ്ടി പോയി, ഇന്നലെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു, പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയണം, പറഞ്ഞെന്ന് പറയണം. ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ട് പാത്രം നന്നായിട്ട് വടിച്ചേക്കാതെ ഇന്നലെ അവിടെ സൂചിപ്പിച്ച അറിയാൻ വയ്യ. പാത്രമില്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്ത് തരട്ടെ. പാത്രം നന്നായിട്ട് കൊണ്ട് വടിച്ച് നാക്കി ഉസ്താദ്. അപ്പോൾ ഉമ്മമ്മ അടുക്കളയിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാത്രമൊന്നും കഴുകണ്ട, അത് ഇൻഷാ അല്ലാഹ് മക്കളും മരുമക്കളൊക്കെ ഉണ്ട്, അവർ കഴിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് വെറുതെങ്കിലും പറഞ്ഞു, ഉമ്മ ഇങ്ങനെ കഴുകിയാൽ, പാത്രം വടിച്ച് നക്കിയാൽ മക്കത്തെ പള്ളി കഴുകിയ കൂലി കിട്ടും പടച്ചോനെ. അപ്പോൾ ഉമ്മ പതുക്കെ അകത്ത് പോയി നേരെ വീട്ടിൽ പോയി. അങ്ങനെയാണോ ഉസ്താദ്? മക്കത്തെ പള്ളി വഴി കൂലിട്ടോ കിട്ടുമെന്ന് പറഞ്ഞ് നേരെ ഉമ്മ അകത്ത് പോയിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് മുട്ട ഇളക്കി, കറിയൊക്കെ ഇളക്കി ഉസ്താദിൻ്റെ പാത്രത്തിൽ കൊണ്ടിട്ട് കൊടുത്തു. ഉസ്താദ് അതിന് അന്തം വിട്ടു. അല്ലമ്മ, ഇതെന്താ? ഏതായാലും നിങ്ങൾ മക്കത്തെ പള്ളി കഴി, ഇനി നിങ്ങൾ മദീന പള്ളി കൊണ്ട് കഴിക്കോളാനാ പടച്ച. ഇതാണ് എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി വെറുതെ ചില ആളുകൾ ചോറൊക്കെ വാരി എറിയാൻ, കാക്കയ്ക്കും പൂച്ചയ്ക്കെന്നും പറഞ്ഞ എറിയാൻ, ഇങ്ങനെ വാരി എറിയും. സഹോദരിമാരെ, പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയില്ല ആ ഒരു കോലത്തിൽ നമ്മൾ പോവാൻ. അത് ഒരു ചോറല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ റബ്ബിന്റെ മുമ്പിൽ കുഴപ്പമുണ്ട്, ചോദ്യമുണ്ട്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ചൂടിൽ നിന്നും അതുപോലെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു റൂം,
ഒരു റൂം. യാ അല്ലാഹ്, കുടുങ്ങി ഞാൻ നിങ്ങൾക്ക്. ഒരു റൂമിന്റെ കാര്യം കുഴപ്പമില്ല, ബാക്കി മുഴുവനും അല്ലാഹു തആല ചോദിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്നിപ്പോട്ടെ, ഈ നിഅമത്തുകളൊക്കെ അല്ലാഹു നമുക്ക് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു?